നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കളക്ട്രേറ്റിൽ ജനാധിപത്യത്തിന്റെ ശക്തി വിളിച്ചോതി വിദ്യാർത്ഥികൾ. പാർലമെന്റിന്റെ സൂക്ഷ്മ മാതൃക തീർത്ത് കുമ്പളപ്പള്ളി കരിമ്പിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കാഴ്ചക്കാരുടെ ഹൃദയം കവർന്നു. സ്വാശ്രയ ഫീസ് വർധനയ്ക്കെതിരെ KSU നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ലാത്തി വീശിയതിൽ പ്രതിഷേധം ശക്തം. കാസർഗോഡ് നഗരത്തിൽ KSU പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. മഞ്ചേശ്വരം തുമ്മിനാട്ടിൽ വീട് കുത്തി തുറന്ന് കവർച്ച. മോഷ്ടാക്കൾ 1 ലക്ഷം രൂപയും വജ്രമോതിരവും 4 പവൻ സ്വർണവും കവർന്നു. റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ പട്ടയ വിതരണത്തിൽ അനാസ്ഥയെന്ന് KSKTU നേതാക്കൾ. അനാസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ മടിക്കൈ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചെറുവത്തൂരിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് പുറമെ റോഡുകളും ഹൈടെക് ആക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ റോഡ് പരിസരം മനോഹരമാക്കാൻ തീരുമാനം. വിശദമായ വാർത്തകളിലേക്ക്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലൊരുക്കി കുരുന്നുകൾ കാഴ്ചക്കാരുടെ ഹൃദയം കവർന്നു. കുമ്പളപ്പള്ളി കരിമ്പിൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് കളക്ട്രേറ്റിൽ പാർലമെന്റിന്റെ സൂക്ഷ്മ മാതൃക തീർത്ത് വിസ്മയിപ്പിച്ചത്. അതിർത്തിയിലെ സംഘർഷം മുതൽ സ്ത്രീ സുരക്ഷയും കന്നുകാലി കടത്ത് വരെയുള്ള വർത്തമാന ഇന്ത്യയുടെ രാഷ്ട്രീയ പരിസരം ഇഴകീറി ചർച്ച ചെയ്തുകൊണ്ടാണ് മുതിർന്നവർക്ക് മാതൃകയാക്കാവുന്ന വിധം വിദ്യാർത്ഥികൾ മികവ് കാഴ്ചവെച്ചത്. കാസർഗോഡ് കളക്ട്രേറ്റ് ഹാളിൽ പാർലമെന്റിന്റെ മാതൃക തീർത്ത് ശ്രദ്ധേയമാവുകയാണ് കുമ്പളപ്പള്ളി കരിമ്പിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. ചൈനീസ് പട്ടാളത്തിന്റെ അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റവും പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടും ശക്തമായി ചെറുക്കുന്ന രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനവും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വായനാ പക്ഷാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായാണ് കളക്ട്രേറ്റിൽ ബാലപാർലമെന്റ് സംഘടിപ്പിച്ചത്. കളക്ടർ ജീവൻ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമകാലിക വിഷയങ്ങളെല്ലാം കുട്ടികളുടെ പാർലമെന്റിൽ ചർച്ചാ വിഷയമായി. സംസ്ഥാന പാർലമെന്ററി കാര്യ വകുപ്പ് നടത്തിയ മാതൃകാ പാർലമെന്റ് മത്സരത്തിൽ ജില്ലയിൽ തുടർച്ചയായി 2 തവണ 1ാം സ്ഥാനം നേടിയ സ്കൂളാണ് കുമ്പളപ്പള്ളി കരിമ്പിൽ ഹൈസ്കൂൾ. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മ്യാൻമാർ തുടങ്ങിയ അതിർത്തികൾ പൂർണ്ണമായും നമ്മുടെ സംരക്ഷണത്തിലാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളിൽ 550 ബോർഡർ ഔട്ട് പോസ്റ്റുകൾ കൂടി നിർമ്മാണത്തിലാണ്. സംഭവങ്ങൾ ദൗർഭാഗ്യകരങ്ങളാണ്. ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി P നന്ദകുമാർ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ വിനോദൻ പൃഥ്വിയിൽ, KP മോഹനസുന്ദരൻ, KK നാരായണൻ, NM തോമസ് എന്നിവർ സംസാരിച്ചു. സ്വാശ്രയ ഫീസ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് KSU സംസ്ഥാന വ്യാപകമായി നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. KSU മുൻ ജില്ലാ പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ ഫീസ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് KSU കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചിരുന്നു. മാർച്ചിനു നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾക്ക് പരിക്കേറ്റു. ഇതിൽ പ്രതിഷേധിച്ചാണ് കാസർഗോഡ് നഗരത്തിൽ KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് അവസാനിച്ചു. തുടർന്ന് പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. KSU മുൻ ജില്ലാ പ്രസിഡന്റ് VP പ്രദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരായി തെറ്റായ നയത്തിനെതിരായി കേന്ദ്ര വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി സമരം ചെയ്ത നിരപരാധികളായ KSUവിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും ജയിലിൽ അടച്ചുകൊണ്ട് ഈ സമരം ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് പിണറായി സർക്കാർ നടപ്പിലാക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന നാളുകളിൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമരങ്ങൾ നയിച്ചപ്പോൾ അവരെയൊക്കെ ആക്രമിച്ച് അടിച്ചമർത്തിക്കൊണ്ട് സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. നവനീത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KR കാർത്തികേയൻ, ഭാരവാഹികളായ നിഖിൽ ചിറക്കൽ, ശ്രീരാജ് കല്യോട്ട്, മാർട്ടിൻ എബ്രഹാം, VR രഞ്ജിത്ത്, ആബിദ് എടച്ചേരി, അഷ്റഫ് നീർച്ചാൽ, സുധീഷ് പാണൂർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. പ്രമുഖ കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമായ PV കൃഷ്ണൻ മാഷിനെ ആദരിക്കൽ ചടങ്ങ് സെപ്റ്റംബറിൽ നടക്കും. സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ PV കൃഷ്ണൻ സൗഹൃദ സംഘമാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ചുള്ള ആലോചനായോഗം കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നു. കാർട്ടൂണിസ്റ്റ്, ഫോട്ടോഗ്രാഫർ, എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന PV കൃഷ്ണൻ മാഷിനെ സെപ്റ്റംബറിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കാനാണ് ആലോചനായോഗം തീരുമാനിച്ചത്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ആലോചനായോഗം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. PV കൃഷ്ണൻ മാഷ് എന്ന് പറയുമ്പോൾ
ഒരു കാലത്ത് കാസർഗോഡിൻ്റെ എല്ലാ മേഖലകളിലെയും നിറ സാന്നിധ്യമായിരുന്നു. നമുക്കറിയാം അഹമ്മദ് മാഷ്, കൃഷ്ണ മാഷ്, നമ്മുടെ PR തനിയൻ, PVC നമ്പ്യാർ, ബാലകൃഷ്ണൻ മാങ്ങാട്. അപ്പോൾ ഇവരൊക്കെ ജീവിച്ച ആ കാലഘട്ടം ഒന്ന് ഇനിയെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടിയാൽ എന്ന് നമ്മളിപ്പോൾ ആശിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ് ഇന്നിപ്പോൾ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അന്നത്തെ അപ്പോൾ അവർ ജീവിച്ച ഒരു അന്തരീക്ഷം നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. നഗരസഭ മുൻ ചെയർമാൻ TE അബ്ദുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ആലോചനാ യോഗത്തിൽ പങ്കെടുത്തു. ആദരിക്കൽ ചടങ്ങിൻ്റെ ഭാഗമായി കാർട്ടൂൺ ക്യാമ്പും ചിത്രപ്രദർശനവും സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം തുമ്മിനാട്ടിൽ വീട് കുത്തി തുറന്ന് മോഷ്ടാക്കൾ 1 ലക്ഷം രൂപയും വജ്രമോതിരവും 4 പവൻ സ്വർണവും കവർന്നു. തുമ്മിനാട്ടിലെ സലീനയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൂമിനാട് സ്വദേശി സലീനയുടെ വീടിന്റെ 2ാം നിലയിലെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. തുടർന്ന് അലമാര തകർത്ത് 1 ലക്ഷം രൂപയും വജ്രമോതിരവും 4 പവൻ സ്വർണവും മോഷ്ടിച്ചു. വ്യാഴാഴ്ച രാവിലെ വീട് പൂട്ടി മാംഗ്ലൂരിലെ ചർച്ചിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് മോഷണ വിവരം സലീനയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാളം പതിഞ്ഞത് തെളിവായി ശേഖരിച്ചു. പ്രദേശത്തെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ಅಲ್ಲಿ ಸ್ವಲ್ಪ ಚರ್ಚ್ಗೆಲ್ಲ ಹೋಗಿ ಶಾಪಿಂಗ್ ಮಾಡಿ 11 ಗಂಟೆಗೆ ಇಲ್ಲಿ ಬರುವಾಗ ಬಾಗಿಲೆಲ್ಲ ಓಪನ್ ಇತ್ತು, ಕಪಾಟ್ ಓಪನ್ ಇತ್ತು, ಮತ್ತೆ ಮೇಲಿನ ಬೆಡ್ರೂಮ್ ಎಲ್ಲ ಓಪನ್ ಇತ್ತು. ಒಂದು ನೋಡುವಾಗ ಎಲ್ಲ ಚೆಕ್ ಮಾಡುವಾಗ 1-2 ಬಾಳೆ ಕಾಣುದಿಲ್ಲ. ಮತ್ತೆ ಉಂಗುರ ನನ್ನ ಮಗ ತಂದು ವಜ್ರದ ಉಂಗುರ, ಅದು ಮತ್ತೆ ಹಣ 1 ಲಕ್ಷ, ಅದು ನಾನು ಕ್ಯಾಶ್ ಮಾಡಿ ಇಲ್ಲಿ ತಂದಿಟ್ಟಿದ್ದೆ, ಅದು ಹೋಗಿ. ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം. റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ പട്ടയ വിതരണത്തിൽ അനാസ്ഥയെന്ന് KSKTU നേതാക്കൾ മടിക്കയിൽ. വില്ലേജ് ഓഫീസിലേക്ക് KSKTU പ്രവർത്തകർ മാർച്ച് നടത്തി. മുപ്പത് വർഷത്തിലേറെ കാലമായി ഭൂമി കൈവശം വെക്കുന്നവർക്ക് പട്ടയം അനുവദിക്കുന്നതിൽ മടിക്കയിലെ റവന്യൂ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതായി KSKTU ജില്ലാ സെക്രട്ടറി VK രാജൻ പറഞ്ഞു. പട്ടയ വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് KSKTU സംഘടിപ്പിച്ച വില്ലേജ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ പട്ടയത്തിന് വേണ്ടിയിട്ട് അപേക്ഷ ഇവിടെ കൊടുത്തിട്ട് എത്രയോ വർഷങ്ങളായി. നിരന്തരമായി പട്ടയത്തിന്റെ അപേക്ഷ കൊടുത്താൽ അപ്ലിക്കേഷൻ വേണ്ടപ്പെട്ടവരിൽ പരിശോധിച്ച് കടലാസ വഴി പൂർത്തീകരിച്ച് സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇവിടെ പട്ടയത്തിന് ആവശ്യമായ വഴിയിലുള്ള സ്ഥലം അവരുടെ കൈവശമാണ്, അവർ താമസിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ നിന്ന് നിയമപരമായിട്ട് അതിന്റെ ഫയൽ അയക്കണം. അതാണ് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി. ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം അടങ്ങുന്നതാണ് LA കമ്മിറ്റി എന്ന് പറയുന്നത്. ആ LA കമ്മിറ്റിക്ക് സ്വാഭാവികമായിട്ട് ആരാ ഫയൽ അയക്കേണ്ടത്? ഫയൽ അയക്കാനുള്ള പൂർണ്ണമായ ചുമതല നിലവിലുള്ള നിയമപ്രകാരം നമ്മുടെ വില്ലേജ് ഓഫീസിലാണ്. അത് വില്ലേജ് ഓഫീസർ പരിശോധിക്കാം, വില്ലേജ് അച്ഛനെ ചോദിച്ചെടുക്കാം, പരിശോധിച്ച് നിയമപരമായി കൊടുക്കേണ്ട ആളുകൾക്ക് പട്ടയം കൊടുക്കണമെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്ക് അയക്കണം, ലാൻഡ് അസൈൻമെന്റിലേക്ക് അയക്കണം. ആ ലാൻഡ് അസൈൻമെന്റിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പട്ടയമേഖലയുടെ ഭാഗമായിട്ട് നിരന്തരമായി കർഷക തൊഴിലാളികളുടെ നേതാക്കന്മാർ ഇടപെട്ടു. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരന്റെ മണ്ഡലത്തിലെ CPM ശക്തി കേന്ദ്രമായ മടിക്കയിൽ റവന്യൂ വകുപ്പിനെതിരെ നടത്തിയ സമരം ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമരത്തിൽ ഉയർന്നു വന്നത്. K രവീന്ദ്രൻ അധ്യക്ഷനായി. M രാജൻ, മടത്തിനാട്ട് രാജൻ, കൈനി മോഹനൻ, B ബാലൻ, K ശശിധരൻ, സത്യ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്തൂരിൽ റോഡുകളും ഹൈടെക് ആകുന്നു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഹൈടെക് ആക്കിയതിന് പിന്നാലെയാണ് പുതിയ സംരംഭം. ഹൈടെക് ആക്കുന്നത് ചെറുവത്തൂരിലെ റെയിൽവേ സ്റ്റേഷൻ റോഡ്. 15 ലക്ഷം രൂപ ചെലവിലാണ്
ചെറുവത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് ഹൈടെക് ആക്കുന്നത്. പൂർണ്ണമായും കോൺക്രീറ്റിലാണ് റോഡ് നിർമ്മാണം. 586 മീറ്ററാണ് ഉള്ളത്. ഇതിൽ 130 മീറ്ററാണ് ആദ്യഘട്ടത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള കവർ സ്ലാബ് ഉൾപ്പെടെയുള്ള ഡ്രൈനേജിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഉപകരിക്കുന്ന ഈ റോഡ് മഴക്കാലമായി കഴിഞ്ഞാൽ തീർത്തും കാൽനട യാത്ര പോലും ദുസ്സഹജമായ രീതിയിലേക്ക് പൊട്ടിപ്പൊളിഞ്ഞു, അതുപോലെ തന്നെ വെള്ളം കയറി വലിയ പ്രയാസം അനുഭവപ്പെടുമ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതി ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഈ കാര്യത്തിനകത്ത് ഉണ്ടാവണമെന്ന ചർച്ചയുടെയും തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ട് ഈ റോഡ് ആധുനിക സൗകര്യങ്ങളോടുകൂടി വെള്ളം ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈനേജും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് നടക്കുന്നതിന് വേണ്ടി ഫുട്പാത്ത് അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തുകൊണ്ടും ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതിലേക്ക് ഈ പ്രശ്നത്തിന് പഞ്ചായത്ത് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് പുതുതായി വരുന്ന റെയിൽവേ മേൽപ്പാലത്തിലേക്ക് സുഗമമായി യാത്രക്കാർക്ക് എത്താനുള്ള വഴിയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഈ മാസം അവസാനത്തോടെ റോഡ് തുറന്നുകൊടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അറിയിച്ചു. പഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള വിശ്രമ കേന്ദ്രം, കുടുംബശ്രീ ക്യാൻറ്റീൻ, ജില്ലയിൽ ആദ്യമായി നിർമ്മിച്ച മത്സ്യകർഷകരുടെ ക്ലബ്ബ് എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ്. ദേശീയപാതയിലെ ഓട്ടോ തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും ആവശ്യമായിരുന്ന ടോയ്ലറ്റ് നിർമ്മാണത്തിനും പദ്ധതി തയ്യാറായിട്ടുണ്ട്. ഹയർ സെക്കൻഡറി തുല്യത കന്നഡ ട്രാൻസ്ലേഷൻ 1ാം വർഷ പഠന സാമഗ്രിയുടെ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ സാക്ഷരതാ മിഷനും ജില്ലാ പഞ്ചായത്തും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അനക്സ് ഹാളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കന്നഡ മാധ്യമത്തിൽ ഹയർ സെക്കൻഡറി ആരംഭിക്കണമെന്ന തുല്യതാ പഠിതാക്കളുടെ നിരന്തരം ആവശ്യപ്രകാരമാണ് പഠന സാമഗ്രികളുടെ നിർമ്മാണം ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഹർഷാദ് വർക്കാടി, സുഹൈജ ടീച്ചർ, ഡോക്ടർ രത്നാകര മല്ലമൂലെ, KV രാഘവൻ മാസ്റ്റർ, നാരായണറാവു, TV ശ്രീജൻ തുടങ്ങിയവർ സംസാരിച്ചു. AIYF ജില്ലാ നേതൃത്വ ക്യാമ്പിന് മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ തുടക്കമായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ ജില്ലാ നേതൃത്വ ക്യാമ്പാണ് ജൂലൈ 8, 9 തീയതികളിലായി ഹൊസങ്കടിയിൽ വെച്ച് നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ക്യാമ്പ് AIYF സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകൾ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച ക്യാമ്പ് സമാപിക്കും. ജില്ലയിലെ 6 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നായി 100 സഖാക്കളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി അധ്യക്ഷൻ VV രാജൻ, AIYF ജില്ലാ പ്രസിഡന്റ് ബിജു ഉണ്ണിത്താൻ, ജില്ലാ സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ, അജിത്ത്, CPI മണ്ഡലം സെക്രട്ടറി ജയറാം വള്ളക്കൂടൽ, ഹരീഷ് KR തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ചിന്മയ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഭഗവത്ഗീത ദേശീയ ഗ്രന്ഥമാകണമോ എന്ന വിഷയത്തെ അധികരിച്ച് സംവാദം സംഘടിപ്പിച്ചു. സ്വാമി വിവേകാനന്ദ സരസ്വതി സംവാദം ഉദ്ഘാടനം ചെയ്തു. വിദ്യാനഗർ ചിന്മയ ജന്മശതാബ്ദി ഹാളിൽ സംഘടിപ്പിച്ച സംവാദം സ്വാമി വിവേകാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ഭഗവത്ഗീത ദേശീയ ഗ്രന്ഥമാകണമോ എന്ന വിഷയത്തെ അധികരിച്ച് K ബാലചന്ദ്രൻ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ചടങ്ങിൽ ചിന്മയ മിഷൻ പ്രസിഡന്റ് AK നായർ അധ്യക്ഷത വഹിച്ചു. PK കുമാരൻ നായർ, K അരുൺകുമാർ, VG ശ്രീകുമാർ, E ചന്ദ്രശേഖരൻ നായർ, KP രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു. ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതൊക്കെ നമ്മളാരും ഉണ്ടാക്കിയതല്ല, ഒരാളുണ്ടാക്കി. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി അതറിയില്ല, റമ്യയുടെ ഉണ്ടാക്കി. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി ഉണ്ടായി. ഞാനും നിങ്ങളെന്ന് പറഞ്ഞ കുറെ ആൾക്കാരും ഈ എർത്തിലുണ്ട്. അപ്പൊ അവനറിയണമെങ്കിൽ ഈ കാറ്റ്, മഴ, ഈ ഭൂമി, പ്രകൃതി, ഇതൊരു റൂൾസിലാണ്. ചെറുവത്തൂരിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. പറമ്പിലെ മാലിന്യങ്ങൾ മഴയിൽ ഒഴുകിയെത്തുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപത്തെ ഓടയിൽ. ജനങ്ങൾക്ക് മൂക്കുപൊത്താതെ ഇതിലൂടെ നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് യാത്രക്കാർക്കും സമീപവാസികൾക്കും കടുത്ത ദുരിതം സൃഷ്ടിച്ച് മാലിന്യ നിക്ഷേപം. സ്വകാര്യ വ്യക്തിയുടെ കാട് പിടിച്ച പറമ്പിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത്.
പ്രസ്തുത വ്യക്തി പ്രദേശം കാട് വെട്ടിക്കളഞ്ഞ് ശുചീകരിക്കാത്തതാണ് മാലിന്യ നിക്ഷേപത്തിന് കാരണമാകുന്നത്. പഞ്ചായത്ത് പലതവണ ആവശ്യപ്പെട്ടിട്ടും സ്ഥലം ശുചീകരിക്കാൻ വ്യക്തി തയ്യാറായിട്ടില്ല. നിലവിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം ശക്തമായ മഴയിൽ ചീഞ്ഞളിഞ്ഞ് കൊതുകും കൂത്താടികളും പെരുകുന്ന കേന്ദ്രമായി മാറി. പറമ്പിൽ നിന്നുള്ള മലിനജലം ഒഴുകി റോഡരികിലെ ഓടയിലെത്തുന്നത് കാരണം കടുത്ത ദുർഗന്ധം സൃഷ്ടിക്കുകയാണ്. റോഡിലൂടെ നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. സ്ഥലം ശുചീകരിക്കാത്തത് കാരണം പഞ്ചായത്ത് സ്വകാര്യ വ്യക്തിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നീലേശ്വരം നഗരസഭയിൽ കമ്മ്യൂണിറ്റി റെസ്ക്യൂ വളണ്ടിയർ സ്കീം പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനം അഗ്നിശമന സേനയുടെ സഹകരണത്തോടെ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സേവന സന്നദ്ധതയും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ജനങ്ങളെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ് കമ്മ്യൂണിറ്റി റെസ്ക്യൂ വളണ്ടിയർ സ്കീം ആരംഭിക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സന്നദ്ധ സേവകരുടെ കൂട്ടായ്മയുണ്ടാക്കി രക്ഷാപ്രവർത്തനങ്ങളിൽ അഗ്നിശമന സേനയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ലക്ഷ്യം. സ്കീമിന്റെ നഗരസഭാതല ഉദ്ഘാടനം അനക്സ് ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു ചിരിയുണ്ട്. ഇത് ഇങ്ങനെ ഇടക്കിടക്ക് വീഴുന്നതാണ്, എൻ്റെ കുറ്റം കൊണ്ടല്ല, എൻ്റെ കഴിവുകൾ കൊണ്ടല്ല വീണത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടൊരു ചിരി. പക്ഷെ ആ ചിരി ശരിയാവില്ല. എത്ര നന്നായി ചിരിച്ചാലും ആ ചിരിക്ക് എന്തുണ്ടാവും? ചെറിയൊരു സൗന്ദര്യം കുറവുണ്ടാവും. എത്ര സുന്ദരനായ ആൾ ചിരിച്ചാലും സൗന്ദര്യം ഇല്ലാത്ത ആൾ ചിരിച്ചു കഴിഞ്ഞാൽ അതിന് തീരെ സൗന്ദര്യം ഉണ്ടാവില്ല. അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ അതൊരു അപകടമാണ്. ഈ അപകടം നമ്മുടെ സഹയാത്രികർ അല്ലേ, എപ്പോഴും എങ്ങനെ എവിടെ നിന്ന് ചെറുതോ വലുതോ ആയ അപകടങ്ങൾ നമ്മളെ എവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഈ അപകടങ്ങൾ നമ്മൾ അറിഞ്ഞു വരുന്നതല്ല, നമ്മൾ ക്ഷണിച്ചു വരുന്നതല്ല. ചിലപ്പോഴും ചിലവർ അപകടം ക്ഷണിച്ചു വരുത്താറുമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള അപകട ഘട്ടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, ഗാർഹികമായ മറ്റു ചില അപകടങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ നമ്മൾക്ക് രക്ഷ നേടാം എന്നതിനെക്കുറിച്ചൊരു ദിവസത്തെ പരിശീലന പരിപാടി നമ്മുടെ കേരള അഗ്നി രക്ഷാ സേനാ വകുപ്പ് ഇന്നിവിടെ. സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് അധ്യക്ഷനായി. P കുഞ്ഞികൃഷ്ണൻ, P ഭാർഗവി, രാമചന്ദ്രൻ മാസ്റ്റർ, മനോഹരൻ, P കരുണാകരൻ, സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഗോപാലകൃഷ്ണ മാവില സ്വാഗതവും V സുധീഷ് നന്ദിയും പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്ക് കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർ പരിശീലനം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കളക്ട്രേറ്റിൽ ജനാധിപത്യത്തിന്റെ ശക്തി വിളിച്ചോതി വിദ്യാർത്ഥികൾ. പാർലമെന്റിന്റെ സൂക്ഷ്മ മാതൃക തീർത്ത് കുമ്പളപ്പള്ളി കരിമ്പിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കാഴ്ചക്കാരുടെ ഹൃദയം കവർന്നു. സ്വാശ്രയ ഫീസ് വർധനയ്ക്കെതിരെ KSU നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശിയതിൽ പ്രതിഷേധം ശക്തം. കാസർഗോഡ് നഗരത്തിൽ KSU പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. മഞ്ചേശ്വരം തുമ്മിനാട്ടിൽ വീട് കുത്തി തുറന്ന് കവർച്ച. മോഷ്ടാക്കൾ 1 ലക്ഷം രൂപയും വജ്രമോതിരവും 4 പവൻ സ്വർണവും കവർന്നു. റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ പട്ടയ വിതരണത്തിൽ അനാസ്ഥയെന്ന് KSKTU നേതാക്കൾ. അനാസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ മടിക്കൈ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചെറുവത്തൂരിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് പുറമെ റോഡുകളും ഹൈടെക് ആക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ റോഡ് പരിസരം മനോഹരമാക്കാൻ തീരുമാനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.